സിമ്പിളും സൂപ്പർ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബീൻസ് തോരൻ തയ്യാറാക്കിയാലോ? എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ്, സവാള, തേങ്ങയുടെ ഒപ്പം പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഞാൻ ഒതുക്കിയെടുത്തിരിക്കുന്നതാണ്. അതാണ് അതിൻ്റെ നിറം ഒരു പച്ച നിറമായിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ബീൻസ് തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം പാൻ അടുപ്പിൽ വയ്ക്കാം. പാൻ വെച്ചു ചൂടായിട്ടുണ്ട്. അപ്പം ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഈ സമയം നമുക്കിതിലേക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. അടച്ചു വെച്ച് വേവിക്കാം. ഇനി അതിനകത്തിരുന്ന് ആവിയിലിരുന്ന് ഇത് കുക്കാകട്ടെ. അങ്ങനെ നമ്മുടെ ബീൻസ് തോരൻ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, കുഴയാതെ വിട്ട് നിൽപ്പുണ്ട്. നമുക്കിനി അത് പ്ലേറ്റ് ചെയ്യാം. സിമ്പിളും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് തോരൻ തയ്യാറായി. കുട്ടികളുടെ ലഞ്ച് ബോക്സിലും ഓഫീസ് ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്